ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും കോപം വരാറുണ്ടോ നിങ്ങൾക്ക്? കോപം വന്നതിന് ശേഷം പശ്ചാത്താപം ഉണ്ടാകാറുണ്ടോ? കോപം ദേഷ്യം ഒരു രോഗമല്ല, പക്ഷേ അത് നിയന്ത്രിക്കാതെ വിട്ടാൽ ബന്ധങ്ങളും ആരോഗ്യവും നശിപ്പിക്കും. ഓരോ മനുഷ്യനും ദേഷ്യത്തിൻ്റെ എപ്പിസോഡുകൾ പലപ്പോഴായിട്ട് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു അപകടാവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും അനീതിയോ നടക്കുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ ദേഷ്യം എന്ന് വെച്ചാൽ. കൺട്രോൾ ചെയ്യാത്തൊരു ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും, നമ്മുടെ ബന്ധങ്ങളെ വഷളാക്കും, നമ്മളെ ശാരീരിക ആരോഗ്യത്തെയും അത് വല്ലാതെ ബാധിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇത്തരം ഘട്ടത്തിൽ ഈ അപകടങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 8 പ്രാക്ടിക്കൽ ടിപ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യുന്നതെന്താണ്, നമുക്ക് ദേഷ്യം പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ച് ദേഷ്യം പിടിക്കാൻ തോന്നുന്നതിന് മുമ്പ് ഒന്ന് പോസ് എടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പ്രതികരിക്കേണ്ടതില്ല. ഒരു ദീർഘശ്വാസം ഉള്ളോട്ട് എടുക്കുക, പുറത്തോട്ട് വിടുക. ഒരു 10 സെക്കൻഡ് നിങ്ങൾക്ക് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് പോസ് കൊടുക്കണം എന്നുള്ളതാണ്. ശ്വാസം നിർത്തിയെടുക്കുക. പിന്നെ ഈ ഒരു ദേഷ്യം ഉണ്ടാകാൻ കാരണമായ ട്രിഗർ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്താണ് എന്നെ ദേഷ്യം പിടിപ്പിച്ച് ഞാൻ പ്രേരിപ്പിച്ചത്? ഇത് ഇപ്പോഴുള്ള ഒരു കറൻറ്റ് സിറ്റുവേഷൻ ആണോ, അതോ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് എന്നിൽ അക്യുമുലേറ്റ് ചെയ്തു പോരുന്നൊരു സമ്മർദ്ദമാണോ യഥാർത്ഥ കാരണം? മൂന്നാമത്തെ ടിപ്പ് എന്താണ്, നിങ്ങൾ നിങ്ങൾ ശ്വാസം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദീർഘശ്വാസം ഉള്ളോട്ടെടുക്കുക, സ്ലോല്, അതിലും സ്ലോല് പുറത്തോട്ട് വിടുക. ഇത് നിങ്ങളെ ശരീരത്തെ ഒരു കാമർ, സ്വസ്ഥതയുള്ള ഒരു അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്നുള്ളതാണ്. പിന്നെ ടിപ്പ് 4, നിങ്ങളുടെ വികാരം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ തർക്കിക്കാൻ നിൽക്കരുത്. വികാരങ്ങൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പം ലോജിക്കായിട്ടുള്ള സംസാരം ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും കാം ഡൗൺ ആയതിനു ശേഷം മാത്രം സംസാരിക്കാം. പിന്നെ 5ാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരീരത്തെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. വ്യായാമം ചെയ്യുക, ഒരു ഷോർട്ട് വാക്ക് എടുക്കുക, സ്ട്രെച്ച് എക്സസൈസ് ചെയ്യുക. ഫിസിക്കൽ ആക്ടിവിറ്റി തീർച്ചയായിട്ടും നമുക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതെ, ദേഷ്യം വരുമ്പോൾ അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, അതിനെ പൊട്ടിത്തെറിച്ച് എക്സ്പ്ലോഡ് ചെയ്യാൻ വേണ്ടി അനുവദിക്കാതിരിക്കുക. ഷൗട്ട് ചെയ്യുന്നതിന് പകരം, ഇപ്പോൾ ഉദാഹരണത്തിന്, ഐ ഫീൽ ഹാർട്ട്, എനിക്ക് നല്ല വിഷമം തോന്നി, എനിക്ക് കുറച്ചുകൂടി സമയം വേണം, അതുപോലുള്ള കാം കമ്മ്യൂണിക്കേഷൻ അനുവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ദേഷ്യം, കോപം ഇതൊക്കെ വരുന്നത് കൂടുതലും ഉറക്കം കുറഞ്ഞ ശരീരത്തിൽ നിന്നാണ്. അത് നമ്മളെപ്പോഴും ഇറിറ്റബിൾ ആക്കി നിർത്തുന്നുള്ളതാണ്. ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും ദേഷ്യം അനിയന്ത്രിതമായിട്ട് പോവുകയാണെങ്കിൽ അതറിയാം, നമ്മുടെ കുടുംബ ബന്ധത്തെയും നമ്മുടെ ഒക്കെ ബാധിക്കുന്നൊരവസ്ഥ, നമ്മുടെ ശാരീരികമായിട്ട് ബാധിക്കുന്നൊരവസ്ഥ, ഉത്കണ്ഠ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ, വിഷാദം, മറ്റ് മാനസികാരോഗ്യത്തിലേക്ക് നമ്മൾ തള്ളിവിടുന്നൊരവസ്ഥ വരുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വിദഗ്ധരായവരുടെ സഹായം തേടേണ്ടത്. തീർച്ചയായിട്ടും ദേഷ്യം എന്ന് പറഞ്ഞാൽ നോർമൽ വികാരം തന്നെയാണ്. നമ്മൾ ഒരു വികാരത്തെ കൺട്രോൾ ചെയ്യാമെന്നതിൻ്റെ അർത്ഥം, ഈ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാമെന്നതിൻ്റെ അർത്ഥം ഒരിക്കലും അതിനെ സപ്രസ് ചെയ്യാമെന്നല്ല. ഇതിന് ആരോഗ്യപരമായിട്ടുള്ള ആദരവ് കൊടുത്ത ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു വഴിയിലൂടെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ ദിവസവും എടുക്കുന്നത് വലിയ വലിയ വ്യത്യാസങ്ങൾ നമ്മൾ കൊണ്ടുവരും എന്ന് നമ്മൾ മനസ്സിലാക്കും.